മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കനത്ത മഴയിൽ തിരുവല്ലാമല മലേശമംഗലത്ത് വൻമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് സംഭവം. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വരികയാണ്. റോഡരികിൽ സ്ഥിതി ചെയ്യുകയായിരുന്ന വൻ വൃക്ഷമാണ് കടപുഴകി സമീപത്തെ വൈദ്യുതി ലൈനിലേക്ക് വീണത്. വൈദ്യുതി തൂണുകളും തകർന്നു. വിവരമറിഞ്ഞ ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് റോഡിൽ വീണ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നലെ ഒരു 7:20 കൂടെയാണ് നമ്മളെ മലേശമംഗലം നടത്തുപ്പാറ ഭാഗത്തുള്ള ഈ റോഡ് ഗതാഗതം സ്തംഭിച്ചത്. ഒരു 200-225 ഇഞ്ച് വണ്ണം വരുന്ന ഒരു മദിരാശി മരമാണ് വീണിട്ടുള്ളത്. അപ്പോൾ ആ മരം വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വാളയാർ ബസ് പറയുന്ന ആ ബസ് ഒരു 5 മിനിറ്റ് മുമ്പ് കടന്നു പോയുള്ളൂ. അതിൻ്റെ തൊട്ട് ബാക്കിലൊരു കാറുണ്ടായിരുന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് ആ 2 വാഹനവും രക്ഷപ്പെട്ടത്. പിന്നെ ഇപ്പോൾ ഈ മരം പുഴങ്ങിയത് തന്നെ അടിയിലേക്ക് വേരൊന്നും ശരിക്കും പോയിട്ടില്ല. പിന്നെ ഇതിങ്ങനെ സംഭവിച്ച ഉടനെ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഉടനെ ഓടിയെത്തി. അദ്ദേഹം വേഗം ഫയർഫോഴ്സിനെ വിളിച്ചു. പിന്നെ അതിൽ കൂടുതലായിട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായം എന്ന് പറഞ്ഞാൽ ചില്ലറ സഹായമല്ല. അവർ എത്രയും പെട്ടെന്ന് എത്തി വളരെ ധൃതിഗതിയിൽ അവർ ഓരോരുത്തരും ഉള്ള ഓരോ ഭാഗത്തുനിന്നും മോട്ടറുകൾ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ഇന്നലെ രാത്രി 10:30 ആകുമ്പോഴേക്കെങ്കിലും ഈ റോഡിൻ്റെ ബ്ലോക്ക് തീർക്കാൻ പറ്റിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ്, പഞ്ചായത്ത് അംഗം ജാഫർ എന്നിവർ നേതൃത്വം നൽകി. ഈ മരങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടുത്തെ 7ാം വാർഡിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ PWDയിലുള്ള ഈ മരം ചോട്ടിലേക്ക് വല്ലാതെ അടിയിലേക്ക് ഇതിൻ്റെ വേര് പോയിട്ടില്ല. അപ്പോൾ ജനങ്ങളൊക്കെ ഭീഷണിയിൽ പേടിയിലാണ്. കാരണം ഓരോ വീടിൻ്റെ മേലക്കും ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത പരാതി പ്രകാരമുള്ള മരങ്ങൾ കുറേ വെട്ടാണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടുകൊണ്ട് ആ മരങ്ങൾ ഒന്ന് കൊമ്പിറക്കിയിട്ട് കനം കുറയ്ക്കെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് ഒരു അഭ്യർത്ഥന ഈ സമയത്ത് പറയാൻ. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വരികയാണ്. CCV ന്യൂസ്, തിരുവല്ലാമല. Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open. Lakshmi Narayana Arts and Science College, Mayanur.